സൂത്രൻ കുറുക്കനും ഷേരു കടുവയും. ഒരു വലിയ കാട്ടിൽ ഷേരു എന്നൊരു കടുവ താമസിച്ചിരുന്നു. അവനായിരുന്നു ആ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം. ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തനായി ആരുമില്ല. ഷേരു എപ്പോഴും വീമ്പിളക്കി. അതേ കാട്ടിൽ സൂത്രൻ എന്നൊരു കുറുക്കനുമുണ്ടായിരുന്നു. അവൻ ഷേരുവിന്റെ അഹങ്കാരം കണ്ടുമടുത്തു. ശക്തി മാത്രമല്ല, ബുദ്ധിയാണ് വലുത്, സൂത്രൻ മനസ്സിൽ വിചാരിച്ചു. ഒരു ദിവസം സൂത്രൻ ഷേരുവിന്റെ അരികിലേക്ക് ചെന്നു. ഷേരു, നിന്റെ ശക്തിയെക്കുറിച്ച് ഞാനൊരു പന്തയം വെക്കാം. അപ്പുറത്തുള്ള കുന്നിൻമുകളിലെ ആ വലിയ മാമ്പഴം ആരാദ്യം പറിക്കുന്നുവോ അവനാണ് മിടുക്കൻ. ഷേരു ചിരിച്ചു. ഇത് വളരെ എളുപ്പമുള്ള കാര്യം. ഞാൻ നിമിഷങ്ങൾക്കകം ആ മാമ്പഴം പറിച്ചുകൊണ്ടുവരാം. അവൻ കുന്നിന്റെ നേരെ അതിവേഗം ഓട്ടി. എന്നാൽ കുന്നിന്റെ പാത നിറയെ കൂർത്ത മുള്ളുകളായിരുന്നു. ഷേരുവിന്റെ കാലിൽ മുള്ളുകൾ തറച്ചുകയറി. അയ്യോ! അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവന് മുന്നോട്ടു പോകാനായില്ല. ഷേരു വേദന കൊണ്ടിരിക്കുമ്പോൾ സൂത്രൻ സാവധാനം നടന്നുവന്നു. അവൻ മുള്ളുകളില്ലാത്ത മറ്റൊരു വഴിയിലൂടെയാണ് വന്നത്. അവൻ ഷേരുവിനെ നോക്കി പുഞ്ചിരിച്ചു. സൂത്രൻ കുന്നിൻ മുകളിലെത്തി. മാമ്പഴം വളരെ ഉയരത്തിലായിരുന്നു. അവന് ചാടിയെത്താൻ കഴിഞ്ഞില്ല. അവൻ ഒരു നിമിഷം ആലോചിച്ചു. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അവൻ താഴെക്കിടന്ന ഒരു കല്ലെടുത്ത് മാമ്പഴത്തിന്റെ ഞെട്ടിലെറിഞ്ഞു. ഠപ്പ്! മാമ്പഴം താഴെ വീണു. സൂത്രൻ മാമ്പഴവുമായി ഷേരുവിന്റെ അടുത്തേക്ക് വന്നു. കണ്ടോ ഷേരു, ഞാൻ ജയിച്ചു. ശക്തികൊണ്ടു മാത്രം എല്ലാ കാര്യങ്ങളും നേടാനാവില്ല. ചിലപ്പോൾ ബുദ്ധിയും ഉപയോഗിക്കണം. ഷേരുവിന് തന്റെ തെറ്റു മനസ്സിലായി. അവൻ സൂത്രനോട് നന്ദി പറഞ്ഞു. അന്നുമുതൽ ഷേരു തന്റെ ശക്തിയിൽ അഹങ്കരിക്കാതായി. സൂത്രനും ഷേരുവും നല്ല സുഹൃത്തുക്കളായി കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ബാവോയുടെ സന്തോഷത്തിന്റെ കൊട്ട. സന്തോഷവും വെയിലും നിറഞ്ഞ ഒരു കാട്ടിൽ ബാവോ എന്നൊരു പഞ്ഞിക്കെട്ടുപോലെയുള്ള പാൻഡ ജീവിച്ചിരുന്നു. അവന് പച്ചപ്പുൽമേട്ടിൽ ഉരുണ്ടുമറിയാൻ വലിയ ഇഷ്ടമായിരുന്നു. ഹായ്! അവൻ ചിത്രശലഭങ്ങളോട് വിളിച്ചു പറയും. കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു വണ്ടുമായി ഒളിച്ചുകളിക്കുന്നതിനിടയിൽ ബാവോ അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കണ്ടു. ഒരു വലിയ പായൽ പിടിച്ച പാറയുടെ അരികിൽ അവൻ അതുവരെ കണ്ടിട്ടില്ലാത്തത്ര തിളക്കമുള്ള ചുവന്ന ആപ്പിളുകൾ നിറഞ്ഞ ഒരു കൊട്ട. ഹായ്! അവൻ അത്ഭുതപ്പെട്ടു. ഒരു നിധി! ഇതെല്ലാം എനിക്ക്! ബാവോ ആ കൊട്ടയെ ചേർത്തുപിടിച്ചു. അവൻ ഏറ്റവും വലിയ ആപ്പിൾ എടുത്ത് ഒരു വലിയ കടി കടിച്ചു. ക്രഞ്ച്! അത് വളരെ മധുരവും നീരും നിറഞ്ഞതായിരുന്നു. കൊള്ളാം! അവൻ സന്തോഷത്തോടെ പിറുപിറുത്തു. ഇതെല്ലാം എന്റേതാണ്. ഞാൻ ഒരെണ്ണം പോലും ആർക്കും കൊടുക്കില്ല. അപ്പോഴാണ് അവന്റെ സുഹൃത്തായ പിപ്പ് നീണ്ട ചെവികളുള്ള ഒരു മുയൽ ചാടിച്ചാടി വന്നത്. ഹലോ ബാവോ! പിപ്പ് മൂക്ക് വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണിത്ര നല്ല മണം? ബാവോ വേഗം ആ വലിയ കൊട്ടപ്പുറകിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞു. എന്റെ പലഹാരം മാത്രം. പിപ്പിന്റെ ചെവികൾ താഴേക്ക് തൂങ്ങി. ഓ! അവൻ പതുക്കെ പറഞ്ഞു. ശരി. എന്നിട്ട് അവൻ സങ്കടത്തോടെ പൂക്കൾക്കിടയിലേക്ക് ചാടിപ്പോയി. കുറച്ചുകഴിഞ്ഞ് നട്ട്മെഗ് എന്ന അണ്ണാൻ മുകളിലെ ഒരു കൊമ്പിലിരുന്ന് ചിലച്ചു. ഹായ് ബാവോ! അത് ആപ്പിളാണോ? ചെറിയ ചുവന്ന രത്നങ്ങൾ പോലെയുണ്ടല്ലോ. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ രോമമുള്ള വാൽ ആവേശത്തോടെ ചലിച്ചു. ഇതെന്റെ ആപ്പിളുകളാണ്, ബാവോ മരത്തിനു നേരെ പുറംതിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റേതു മാത്രം. നട്ട്മെഗിന്റെ സന്തോഷകരമായ ചിലപ്പു നിന്നു. അവളുടെ രോമമുള്ള വാൽ താഴ്ന്നു. അവൾ നിശബ്ദയായി മരത്തിന്റെ തടിയിലൂടെ മുകളിലേക്ക് കയറി ഇലകൾക്കിടയിൽ അപ്രത്യക്ഷയായി. ഒടുവിൽ ബാവോ അവന്റെ ആപ്പിളുകളുമായി തനിച്ചായി. അവൻ മറ്റൊരു കടികടിച്ചു. പക്ഷേ അതിന് പഴയ രുചി തോന്നിയില്ല. കാട് പെട്ടെന്ന് നിശബ്ദമായി. ആപ്പിളുകൾക്ക് നിറയ്ക്കാൻ കഴിയാത്ത ഒരുതരം ശൂന്യത അവന് തോന്നി. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ പിപ്പും നട്ട്മഗും ദൂരെ ഒരുമിച്ചിരുന്ന് ഒരു ചെറിയ പഴം പങ്കുവെക്കുന്നത് കണ്ടു. അവരുടെ കയ്യിൽ അധികമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് പരസ്പരമുണ്ടായിരുന്നു. ബാവോയുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വേദന തോന്നി. അവൻ തന്റെ കൊട്ടയെടുത്തു. നിൽക്കൂ! അവൻ അവരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഞാനും പങ്കുവെക്കാം. പിപ്പിന്റെയും നട്ട്മെഗിന്റെയും മുഖത്ത് വലിയ പുഞ്ചിരി വിടർന്നു. മൂന്ന് സുഹൃത്തുക്കളും വട്ടത്തിലിരുന്ന് മധുരമുള്ള ആപ്പിളുകൾ കടിച്ച് വയറുവേദിക്കുന്നതുവരെ ചിരിച്ചു. കാട് സന്തോഷത്തിന്റെ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. പങ്കുവെക്കുന്നത് ഒന്നും കുറയ്ക്കുകയല്ല, മറിച്ച് എല്ലാവർക്കും സന്തോഷം വർദ്ധിപ്പിക്കുകയാണെന്ന് ബാവോ മനസ്സിലാക്കി. ഇന്ദ്രപ്രസ്ഥത്തിന്റെ കാവൽക്കാരൻ. മേഘങ്ങൾക്കു മുകളിൽ കാറ്റിന്റെ ചിറകുകളിൽ നിർമ്മിച്ച ഒരു നഗരമുണ്ടായിരുന്നു, ഇന്ദ്രപ്രസ്ഥം. അതിന്റെ ഗോപുരങ്ങൾ സൂര്യരശ്മിയിൽ തിളങ്ങി, അതിന്റെ തെരുവുകൾ ഇളംകാറ്റിൽ ഒഴുകി നീങ്ങി. എന്നാൽ ഇപ്പോൾ ആ നഗരം പതുക്കെ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഹൃദയമായ വിൻക്രിസ്റ്റൽ, കാറ്റിന്റെ സ്ഫടികം, നഷ്ടപ്പെട്ടിരുന്നു. നീൽ, കഴിവുറ്റവനും എന്നാൽ അല്പം അഹങ്കാരിയുമായ ഒരു യുവ സ്കൈ നാവികൻ തന്റെ ചെറിയ ആകാശനൗകയിൽ നഗരത്തിന്റെ താഴേക്ക് പോകുന്ന വീഥികളിലൂടെ നോക്കി നിന്നു.
നഗരത്തിലെ പ്രായം ചെന്ന നേതാവ് നീലിനെ വിളിച്ചു. നീൽ, നമ്മുടെ നഗരത്തിന്റെ ജീവൻ നിലനിർത്തുന്ന വിൻക്രിസ്റ്റൽ കൊടുങ്കാറ്റുകളുടെ ഹൃദയത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു. അത് കണ്ടെത്താൻ കഴിവുള്ള ഒരേയൊരാൾ നീയാണ്. നീൽ പുഞ്ചിരിച്ചു. ഞാനത് തിരികെ കൊണ്ടുവരും. ഒരു കൊടുങ്കാറ്റിനും എന്നെ തടയാനാവില്ല. തന്റെ വേഗതയേറിയ എയർഷിപ്പായ ഗരുഡയിൽ നീൽ കൊടുങ്കാറ്റിലേക്ക് യാത്ര തിരിച്ചു. ഭീമാകാരമായ മേഘങ്ങൾക്കിടയിലൂടെ അവൻ വിദഗ്ധമായി കപ്പലോടിച്ചു. താഴെ മേഘക്കടൽ ഇളകിമറിയുന്നുണ്ടായിരുന്നു. ഇത് വെറുമൊരു സാഹസിക യാത്രയാണെന്ന് അവൻ കരുതി. പെട്ടെന്ന് കൊടുങ്കാറ്റ് ജീവൻ വെച്ചതുപോലെയായി. മിന്നൽ പിണരുകൾ കണ്ണുകളായി രൂപപ്പെട്ടു. ഇടിമുഴക്കം അതിന്റെ ഗർജനമായി. കാലൻ എന്ന കൊടുങ്കാറ്റ് ആത്മാവ് ഗരുഡയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. അതിന്റെ ശക്തമായ കാറ്റേറ്റ് എയർഷിപ്പ് നിയന്ത്രണം വിട്ട് കറങ്ങി. തകർന്ന കപ്പലുമായി നീൽ ഒരു ശാന്തമായ മേഘത്തിൽ അഭയം തേടി. അവൻ നിസ്സഹായനായിരുന്നു. അപ്പോഴാണ് പുരാണങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു ജീവി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ചിറകുകൾക്ക് പകരം പ്രകാശം കൊണ്ട് നിർമ്മിച്ച ഒരു മേഘപക്ഷി. അത് സ്വയം ജ്യോതി എന്ന് പരിചയപ്പെടുത്തി. ജ്യോതി വാക്കുകളിലൂടെയല്ല സംസാരിച്ചത്, മറിച്ച് ചിത്രങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയുമാണ്. ക്രിസ്റ്റൽ കണ്ടെത്താൻ ശക്തി മാത്രമല്ല, വിവേകവും ആവശ്യമാണെന്ന് അത് നീലിനെ പഠിപ്പിച്ചു. കൊടുങ്കാറ്റിനെ തോൽപ്പിക്കുകയല്ല, മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് ജ്യോതി അവനെ കാണിച്ചുകൊടുത്തു. ജ്യോതിയുടെ സഹായത്തോടെ നീൽ കൊടുങ്കാറ്റിന്റെ ഹൃദയഭാഗത്തേക്ക് യാത്ര ചെയ്തു. അവിടെ കൊടുങ്കാറ്റിന്റെ നടുവിൽ അത്ഭുതകരമായ ഒരു ശാന്തതയുണ്ടായിരുന്നു. ആ ശാന്തതയുടെ മധ്യത്തിൽ മൃദുലമായ പ്രകാശത്തോടെ വിൻക്രിസ്റ്റൽ മിന്നുന്നുണ്ടായിരുന്നു. നീൽ ക്രിസ്റ്റലിനടുത്തേക്ക് നീങ്ങിയപ്പോൾ കാലൻ പൂർണ്ണരൂപത്തിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അതൊരു ഭീകരരൂപിയായ കൊടുങ്കാറ്റായിരുന്നു. അവസാനത്തെ യുദ്ധം ആരംഭിച്ചു. നീൽ തന്റെ കപ്പലിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കാലന്റെ ആക്രമണങ്ങളെ അതിജീവിച്ചു. നീൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, അവന് കാലനെ ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാനാവില്ല. അവൻ ഗരുഡയെ ക്രിസ്റ്റലിനും കാലനും ഇടയിലേക്ക് കൊണ്ടുവന്നു. അവൻ ക്രിസ്റ്റലിന്റെ ഊർജ്ജം കപ്പലിലേക്ക് ആവാഹിച്ച് അത് സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു പ്രകാശമായി കാലനിലേക്ക് പകർന്നു. ക്രിസ്റ്റലിന്റെ ശുദ്ധമായ ഊർജ്ജം കാലന്റെ ക്രോധത്തെ ശമിപ്പിച്ചു. കൊടുങ്കാറ്റ് ആത്മാവ് അപ്രത്യക്ഷനായില്ല, മറിച്ച് ശാന്തമായ ഒരു മേഘമായി മാറി. നീൽ വിൻഡ് ക്രിസ്റ്റൽ എടുത്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. നഗരം വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. അവനൊരു യഥാർത്ഥ നായകനായി മാറിയിരുന്നു. കാരണം അവൻ ശക്തി കൊണ്ടല്ല, വിവേകം കൊണ്ട് വിജയിച്ചു. മല്ലനും മാധവനും. ഒരിടത്ത് മല്ലൻ എന്നുപേരുള്ള ഒരു കർഷകനുണ്ടായിരുന്നു. കഠിനാധ്വാനിയായ അവൻ എന്നും രാവിലെ പാടത്തേക്ക് പോകും. അവന്റെ അയൽക്കാരനായിരുന്നു മാധവൻ. മാധവനാണെങ്കിൽ വലിയ മടിയനും. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയൊരു പാറക്കല്ലുരുണ്ടു വീണു. അത് ഗ്രാമത്തിലേക്കുള്ള പ്രധാന വഴി അടച്ചു. ആർക്കും പട്ടണത്തിലേക്ക് പോകാൻ കഴിയാതെയായി. ഈ പാറയെ ആര് മാറ്റുന്നുവോ അവർക്ക് ഞാൻ 100 സ്വർണ്ണനാണയങ്ങൾ തരും, ഗ്രാമത്തലവൻ പ്രഖ്യാപിച്ചു. ഇതുകേട്ട് പലരും പാറ മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ ആർക്കും കഴിഞ്ഞില്ല. കഠിനാധ്വാനിയായ മല്ലൻ പാറ തള്ളി നീക്കാൻ തുടങ്ങി. അവൻ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടു, പക്ഷേ പാറ ചെറുതായി ഒന്നുമാത്രം അനങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് മാധവൻ ഒരു മരച്ചുവട്ടിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു. കായബലം കൊണ്ട് മാത്രം ഇത് നടക്കില്ല, ബുദ്ധി വേണം, അവൻ മനസ്സിൽ പറഞ്ഞു. മാധവൻ മല്ലന്റെ അടുത്തുചെന്നു പറഞ്ഞു, മല്ല, നമുക്കൊരുമിച്ച് ശ്രമിച്ചാലോ? എന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും ചേർന്നാൽ ഈ പാറ മാറ്റാം. സമ്മാനം നമുക്ക് പങ്കുവയ്ക്കാം. മാധവന്റെ നിർദ്ദേശപ്രകാരം അവർ വലിയ മരത്തടികൾ വെട്ടി പാറയുടെ അടിയിൽ വെച്ചു. എന്നിട്ട് വലിയൊരു കമ്പുപയോഗിച്ച് ഒരു ഉത്തോലകം പോലെ പാറയെ ഉയർത്താൻ ശ്രമിച്ചു. അവർ ഒരുമിച്ച് ആഞ്ഞുതള്ളിയപ്പോൾ ഭീമൻ പാറ പതിയെ ഉരുണ്ടു നീങ്ങാൻ തുടങ്ങി. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കിനിന്നു. ഗ്രാമത്തലവൻ സന്തോഷത്തോടെ അവർക്ക് 100 സ്വർണ്ണനാണയങ്ങൾ നൽകി. നിങ്ങൾ രണ്ടുപേരും ചേർന്നപ്പോൾ അസാധ്യമായത് സാധ്യമാക്കി, അദ്ദേഹം പറഞ്ഞു. മല്ലനും മാധവനും സമ്മാനം തുല്യമായി പങ്കുവച്ചു. കഠിനാധ്വാനവും ബുദ്ധിയും ഒരുമിച്ചു ചേർന്നാൽ എന്തും നേടാമെന്ന് അവർ ഗ്രാമവാസികൾക്ക് കാണിച്ചുകൊടുത്തു. അന്നുമുതൽ അവർ നല്ല സുഹൃത്തുക്കളായി. കർണനും കൃഷ്ണനും. പണ്ട് ഹസ്തിനപുരം എന്ന വലിയ രാജ്യത്ത് കർണൻ എന്നൊരു ധീരനായ യോദ്ധാവുണ്ടായിരുന്നു. കർണൻ അവന്റെ അസാധാരണമായ അമ്പെയ്ത്ത് കഴിവിന് പേരുകേട്ടവനായിരുന്നു. അതേസമയം ദ്വാരക എന്ന മനോഹരമായ നഗരത്തിൽ കൃഷ്ണൻ എന്നൊരു രാജകുമാരനുണ്ടായിരുന്നു. കൃഷ്ണൻ തന്റെ ജ്ഞാനത്തിനും കൗശലത്തിനും പേരുകേട്ടവനായിരുന്നു. ഒരു ദിവസം കുരുക്ഷേത്രയുദ്ധം ആരംഭിക്കുന്നതിനു തൊട്ടുമുമ്പ് കൃഷ്ണൻ കർണനെ കാണാൻ പോയി. അവർ ഒരുമിച്ചൊരു രഹസ്യ സംഭാഷണം നടത്തി. കൃഷ്ണൻ കർണനോട് അവന്റെ ജനനരഹസ്യം വെളിപ്പെടുത്തി. കർണ, നീ പാണ്ഡവരുടെ സഹോദരനാണ്, കുന്തിയുടെ മൂത്ത മകനാണ്, കൃഷ്ണൻ പറഞ്ഞു. ഈ സത്യം കേട്ട് കർണൻ ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകളിൽ ദുഃഖവും ആശയക്കുഴപ്പവും നിറഞ്ഞു. ഞാൻ എന്റെ സ്വന്തം സഹോദരന്മാർക്കെതിരെയാണോ യുദ്ധം ചെയ്യേണ്ടത്? അവൻ സ്വയം ചോദിച്ചു. കൃഷ്ണൻ അവനെ ആശ്വസിപ്പിച്ചു. കർണ, ധർമ്മത്തിന്റെ പാത തിരഞ്ഞെടുക്കുക.
സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുക. എന്നാൽ കർണൻ തന്റെ സുഹൃത്തായ ദുര്യോധനനോടുള്ള കൂറ് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്റെ സുഹൃത്തിനെ ഞാൻ കൈവിടില്ല കൃഷ്ണ, ഞാൻ അവനോടൊപ്പം നിൽക്കും, കർണൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കൃഷ്ണൻ കർണന്റെ തീരുമാനത്തെ ബഹുമാനിച്ചു. എങ്കിലും അവന്റെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞു. നിന്റെ തീരുമാനം നിന്നെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കും, കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധം തുടങ്ങി. കർണൻ ധീരമായി പോരാടി. എന്നാൽ അവസാനം അർജുനന്റെ അമ്പേറ്റ് അവൻ വീണു. കൃഷ്ണൻ കർണന്റെ അരികിലെത്തി. കർണ, നീ ഒരു യഥാർത്ഥ യോദ്ധാവായിരുന്നു. നിന്റെ ധീരതയും ത്യാഗവും എന്നും ഓർമ്മിക്കപ്പെടും, കൃഷ്ണൻ പറഞ്ഞു. കർണൻ പുഞ്ചിരിയോടെ കണ്ണുകളടച്ചു. കർണൻ സൂര്യന്റെ പുത്രനായി പിറന്നിട്ടും സൂതപുത്രനായി വളരേണ്ടിവന്ന കർണന്റെ കഥ. തേരാളിയായ അധിരഥനും ഭാര്യ രാധയ്ക്കും ഗംഗാനദിയിൽ നിന്നാണ് ആ പിഞ്ചുകുഞ്ഞിനെ കിട്ടിയത്. അവർ അവനെ സ്വന്തം മകനായി വളർത്തി. കർണൻ മിടുക്കനായ കുട്ടിയായി വളർന്നു. അച്ഛനെപ്പോലെ അവനും തേരോടിക്കാൻ പഠിച്ചു. പക്ഷേ അവന്റെ യഥാർത്ഥ സ്വപ്നം ഒരു വില്ലാളിവീരനാകുക എന്നതായിരുന്നു. അവൻ ദ്രോണാചാര്യരുടെ അടുത്ത് ആയുധവിദ്യ പഠിക്കാൻ ചെന്നു. ഞാൻ രാജകുമാരന്മാരെ മാത്രമേ പഠിപ്പിക്കൂ, ഒരു സൂതപുത്രനെ പഠിപ്പിക്കില്ല എന്നു പറഞ്ഞ് ദ്രോണർ അവനെ മടക്കി അയച്ചു. ആരും തന്നെ പഠിപ്പിക്കാൻ തയ്യാറാകാത്തതിൽ കർണന് അതിയായ ദുഃഖം തോന്നി. എങ്കിലും അവൻ തളർന്നില്ല. ഗുരുക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പരശുരാമനെ കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. നീണ്ട യാത്രകൾക്കൊടുവിൽ മഹേന്ദ്രപർവ്വതത്തിൽ വെച്ച് കർണൻ പരശുരാമനെ കണ്ടെത്തി. താനൊരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് കർണൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി. പരശുരാമന്റെ കീഴിൽ കർണൻ അസ്ത്രവിദ്യയുടെ എല്ലാ അടവുകളും പഠിച്ചു. അവന്റെ ശ്രദ്ധയും കഠിനാധ്വാനവും ഗുരുവിനെ അത്ഭുതപ്പെടുത്തി. അവൻ ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറി. ഒരു ദിവസം പരിശീലനത്തിനു ശേഷം ക്ഷീണിതനായ പരശുരാമൻ കർണന്റെ മടിയിൽ തലവെച്ചുറങ്ങി. ആ സമയത്ത് ഒരു വണ്ട് കർണന്റെ തുടയിൽ തുളച്ചുകയറാൻ തുടങ്ങി. ഗുരുവിന്റെ ഉറക്കത്തിന് ഭംഗം വരുത്താതിരിക്കാൻ കർണൻ ആ വേദന നിശബ്ദമായി സഹിച്ചു. അവന്റെ തുടയിൽ നിന്ന് രക്തം ഒഴുകിപ്പരന്നു. രക്തം ദേഹത്തു തട്ടി ഉണർന്ന പരശുരാമൻ കോപാകുലനായി. ഇത്രയും വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണന് കഴിയില്ല. നീ ആരാണെന്ന് സത്യം പറയുക, അദ്ദേഹം ഗർജിച്ചു. കർണൻ സത്യം തുറന്നു പറഞ്ഞു. താനൊരു സൂതപുത്രനാണെന്ന് കേട്ടപ്പോൾ ഗുരു കോപം കൊണ്ട് വിറച്ചു. നുണ പറഞ്ഞ് വിദ്യ നേടിയതുകൊണ്ട് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ ഇതെല്ലാം മറന്നുപോകും എന്ന് അദ്ദേഹം കർണനെ ശപിച്ചു. ആ ശാപമാണ് പിന്നീട് കർണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായത്. കൃഷ്ണനും അർജുനനും. പണ്ട് പാണ്ഡവരാജകുമാരനായ അർജുനനും അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തും വഴികാട്ടിയുമായ ശ്രീകൃഷ്ണനും ഒരുമിച്ച് ഒരു വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അർജുനൻ തന്റെ വില്ലും അമ്പും അഭിമാനത്തോടെ കയ്യിലേന്തിയിരുന്നു. കൃഷ്ണ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി ഞാനാണെന്നെനിക്ക് തോന്നുന്നു. എന്റെ അസ്ത്രങ്ങൾക്ക് ഏത് ലക്ഷ്യവും ഭേദിക്കാൻ കഴിയും, അർജുനൻ അഹങ്കാരത്തോടെ പറഞ്ഞു. കൃഷ്ണനൊന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു. അദ്ദേഹം ദൂരെ ഒരു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയെ ചൂണ്ടിക്കാണിച്ചു. അർജുന, നിനക്ക് ആ പക്ഷിയുടെ കണ്ണിനെ അമ്പെയ്ത് വീഴ്ത്താമോ? അദ്ദേഹം ചോദിച്ചു. ഇതാണോ വലിയ കാര്യം? അർജുനൻ ചിന്തിച്ചു. അവൻ ഞൊടിയിടയിൽ വില്ലെടുത്ത് കുലച്ച് പക്ഷിയുടെ കണ്ണിനെ തന്നെ ലക്ഷ്യം വെച്ചു. അമ്പെയ്യാൻ തുടങ്ങുന്നതിനു മുൻപ് കൃഷ്ണൻ ചോദിച്ചു. അർജുന, നീ ഇപ്പോൾ എന്താണ് കാണുന്നത്? ഞാൻ പക്ഷിയുടെ കണ്ണ് കാണുന്നു, അർജുനൻ മറുപടി പറഞ്ഞു. പക്ഷിയെ കാണുന്നില്ലേ? മരക്കൊമ്പിനെ കാണുന്നില്ലേ? ആകാശത്തെ കാണുന്നില്ലേ? കൃഷ്ണൻ വീണ്ടും ചോദിച്ചു. ഇല്ല കൃഷ്ണ, എനിക്ക് ലക്ഷ്യം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, അർജുനൻ പറഞ്ഞു. കൃഷ്ണൻ പുഞ്ചിരിച്ചു. പെട്ടെന്ന് ഒരു പാവപ്പെട്ട വേടൻ അതുവഴി വന്നു. അയാൾ വിശന്നു വലഞ്ഞിരുന്നു. എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമോ? അയാൾ അവരോട് ചോദിച്ചു. അർജുനന് ദേഷ്യം വന്നു. തന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടതിൽ അയാൾക്ക് നിരാശ തോന്നി. എന്നാൽ കൃഷ്ണൻ ആ വേടന്റെ അടുത്തേക്ക് ചെന്നു. കൃഷ്ണൻ മരത്തിൽ നിന്ന് കുറച്ച് പഴങ്ങൾ പറിച്ചെടുത്ത് ആ വേടന് നൽകി. നിങ്ങൾ ഈ പഴങ്ങൾ കഴിക്കൂ, അദ്ദേഹം പറഞ്ഞു. വേടൻ നന്ദിയോടെ അത് വാങ്ങി. അർജുനൻ ഇത് കണ്ട് നിശബ്ദനായി. കൃഷ്ണൻ പറഞ്ഞു. അർജുന, കഴിവുണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ ആ കഴിവ് എന്തിനു ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. ലക്ഷ്യബോധം മാത്രം പോരാ, ചുറ്റുമുള്ളവരെ കാണാനും സഹായിക്കാനും കഴിയണം. അർജുനന് തന്റെ തെറ്റ് മനസ്സിലായി.